നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയും പശ്ചിമ കൊച്ചി സ്വദേശിയുമായ കൊടും ക്രിമിനൽ കൊടിമരം ജോസ് എന്ന ജോസ് പിടിയിൽ. തൃശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊലപാതകവും കവർച്ചയുമടക്കം 20-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണിയാൾ. എറണാകുളം നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് യുവാവിനെയും സുഹൃത്തിനെയും തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയത്. സംഭവത്തിൽ ജോസിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഞായറാഴ്ച തൃശൂർ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ജോസ് പിടിയിലായതും എറണാകുളം നോർത്ത് പോലീസിന് കൈമാറിയതും. ഞായറാഴ്ച രാത്രി 11ഓടെ തൃശൂരിലെത്തിയ എറണാകുളം നോർത്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സെപ്റ്റംബർ 17 രാത്രിയാണ് പത്തനംതിട്ട സ്വദേശി അഖിലേഷ് പി ലാലിനെയും സുഹൃത്ത് വിഷ്ണുവിനെയും ജോസിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിനടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ആദ്യം പാലത്തിന് മുകളിലെത്തിച്ച് മർദ്ദിച്ചു. തുടർന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കൊണ്ടുപോയി ATMൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ 9,500 രൂപ പിൻവലിപ്പിക്കുകയും ഫോൺ കവരുകയും ചെയ്തു. തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായും പരാതിയിലുണ്ട്. കേസിൽ 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും തൃശൂരിലേക്ക് കടന്ന ജോസ് അവിടെ ഒളിവിലായിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കബാലി. ആന റോട്ടിലിറങ്ങിയതോടുകൂടി പുലർച്ചെ മുതൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. മദപ്പാടുള്ള ആന റോഡിലിറങ്ങി നടക്കുന്നത് മൂലം വൻ ഗതാഗതക്കുരുക്ക്. ആനയെ കാടുകയറ്റാൻ ആവാതെ വനം വകുപ്പും നാട്ടുകാരും. കബാലി നിലവിലുള്ളത് അതിരപ്പള്ളി ആനക്കയം ഭാഗത്ത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പ്. ഇന്ന് എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. കേരള തീരത്ത് ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള കർണാടക തീരത്തിന് സമീപത്തായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി കൂടി അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും നാളെയോടെ ന്യൂനമർദ്ദമായി മാറും. ഇതും പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. ഈ ഇരട്ട തീവ്ര ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി തുടരും. മഴയോടൊപ്പം ഇടിമിന്നലിൽ നിന്നും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇടിമിന്നലിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 120 രൂപയാണ് പവന് കുറഞ്ഞത്. വിപണിയിൽ സ്വർണ്ണവില 96,000-ന് താഴെയാണ്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,840 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിന് മുകളിൽ നൽകണം. വെള്ളിയാഴ്ച 97,360 എന്ന റെക്കോർഡ് നിരക്കിലായിരുന്നു സ്വർണ്ണവില. എന്നാൽ ശനിയാഴ്ച 1,400 രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കുറഞ്ഞത് 1,560 രൂപയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സ്വർണത്തിനും വെള്ളിക്കും ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വീണ്ടും തൃശൂർ നഗരത്തിലെ കുറുപ്പം റോഡിലുള്ള വ്യാപാരികളെ വെള്ളത്തിലാക്കിയെന്ന് പരാതി. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിൽ കുറുപ്പം റോഡിലെ കടകളിൽ വെള്ളം കയറി.
സ്വരാജ് റൗണ്ടിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന വെള്ളമാണ് റോഡിനോളം പൊക്കത്തിൽ പണിതിരുന്ന തിണ്ടിന് മുകളിലൂടെ ഒഴുകി കടകൾക്കുള്ളിലെത്തിയത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലും വീട്ടുപകരണങ്ങളുടെ വിൽപ്പനശാലയിലും ഹാർഡ്വെയർ ഷോപ്പിലുമാണ് വെള്ളം കയറിയത്. കടകളിലെ ഉപകരണങ്ങൾ പലതും വെള്ളം നനഞ്ഞ് കേടുവന്നിട്ടുണ്ട്. നാശനഷ്ടം കണക്കാക്കി വരുന്നതേയുള്ളൂ. ഇന്ന് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് വ്യാപാരികൾ കടകൾക്കുള്ളിൽ വെള്ളം കയറിയത് കണ്ടത്. പിന്നീട് വ്യാപാരികൾ വെള്ളം മുക്കിക്കളഞ്ഞ ശേഷമാണ് കച്ചവടം തുടങ്ങിയത്. ഇപ്പോൾ കെട്ടിയുയർത്തിയതിനേക്കാൾ ഉയരത്തിൽ കടകൾക്ക് മുന്നിലെ തിണ്ട് കെട്ടിയുയർത്തേണ്ട അവസ്ഥയാണുള്ളതെന്ന് കുറുപ്പം റോഡിലെ വ്യാപാരികൾ പറഞ്ഞു. മഴ ശക്തമാവുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം കയറുമോ എന്ന ആശങ്ക മറ്റ് കടക്കാർക്കുണ്ട്. പരാതിയുമായി ഇനി അധികാരികളെ സമീപിക്കാൻ നിൽക്കാതെ കയ്യിൽ നിന്ന് പണം മുടക്കി തിണ്ട് ഉയർത്തിക്കെട്ടാനുള്ള നീക്കത്തിലാണ് വ്യാപാരികൾ. കുറുപ്പം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം റോഡ് പണി നടക്കുമ്പോൾ തന്നെ വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. കനത്ത മഴയിൽ മുൻപും ഇതുപോലെ കടകൾക്കുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയിരുന്നു. തുടർന്നാണ് വ്യാപാരികൾ കടകൾക്ക് മുന്നിൽ തിണ്ട് കെട്ടിയത്. കടകളിലേക്ക് വരുന്നവർക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത വിധമാണ് റോഡ് പണിതിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും ഫുട്പാത്ത് ഇല്ലാത്ത ഈ റോഡിലൂടെ യാത്ര അപകടകരമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തുന്ന OP ബഹിഷ്കരണ സമരം തൃശൂർ മെഡിക്കൽ കോളേജിലും പൂർണ്ണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OP ബ്ലോക്കിൽ ഡോക്ടർമാരില്ലാത്ത കാരണം മുറികളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സമരമറിയാതെ എത്തിയ രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ മുതിർന്ന ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ മുറികൾക്ക് മുന്നിൽ നല്ല തിരക്കായിരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലമാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമില്ലാത്തതിനാലാണ് സമരമെന്ന് KGMCTA വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28 മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും KGMCTA അറിയിച്ചിട്ടുണ്ട്. കാറുകൾക്ക് മികച്ച പരിചരണം നൽകാൻ ക്ലൈമാക്സ് ഡീറ്റെയിലിംഗ് ഫാക്ടറി വരാക്കര പീച്ചാമ്പിളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലൈമാക്സ് ഡീറ്റെയിലിംഗ് ഫാക്ടറി അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷനായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, ആലേങ്ങാട് റബ്ബർ സൊസൈറ്റി പ്രസിഡന്റ് ടോമി കൊള്ളിക്കുന്നിൽ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. KK ബേബി, എബിൻ K. ബേബി എന്നിവരുടെ നേതൃത്വത്തിലുള്ളതാണ് സ്ഥാപനം. കാർ ഉടമകൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ കാറുകളുടെ കംപ്ലീറ്റ് സർവീസാണ് ക്ലൈമാക്സ് ഡീറ്റെയിലിംഗ് ഫാക്ടറിയിൽ ലഭ്യമാവുക. സർവീസ് വർക്ക്, ബോഡി പെയിന്റിംഗ്, ബൂത്ത് പെയിന്റിംഗ്, ഡെന്റിംഗ്, അൾട്രേഷൻ ജോലികൾ, സെറാമിക് കോസ്റ്റിംഗ്, ഇന്റീരിയർ ക്ലീനിംഗ് തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. കാറുകളുടെ മെയിന്റനൻസിനും ബ്യൂട്ടിഫിക്കേഷനും വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ മികച്ച സേവനമാണ് ഇവിടെ ഉറപ്പു നൽകുന്നത്. കാർ സർവീസിങ്ങിനുള്ള ഒരു സ്റ്റോപ്പ് സൊല്യൂഷൻ ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട കാറുകൾ കൂടുതൽ ആകർഷകവും സുരക്ഷിതവുമായി. ഈ സ്ഥാപനം തുറന്നതിലേക്ക് വളരെയധികം തവണ ഒരാളാണ്. അപ്പൊ ഈ പ്രശ്നമുണ്ട്. അത് അവസ്ഥയുണ്ട്. എന്തായാലും പിന്നീട് അത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പുകയാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ ആദ്യം ഒരു കട മാത്രം വാഴാൻ ഇതുപോലെ ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് പഞ്ചായത്ത് 9ാം വാർഡിൽ ആദ്യമായിട്ടാണ് സ്ഥാപനം. ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചട്ടം പാലിച്ചേരിച്ചു. അതിനു വേണ്ടിയുള്ള പ്രയത്നം, അതിന്റെ ലൈസൻസ് കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. വളരെ മനോഹരമായ അന്തരീക്ഷം. ഇത് കാണുമ്പോൾ തന്നെ എന്താ പറയുക,
റെഡിയാകും. അതുപോലെ ഇത് അവരുടെ മൂന്നാമത്തെ സംരംഭമാണ്. ഇവരുടെ മൂന്നാമത്തെ സംരംഭം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. എങ്കിലും പെട്ടെന്ന് മൂന്നാമത്തെ സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ഇടപെടൽ, ഏറ്റവും നല്ല പെരുമാറ്റവും പിന്നെ സ്ഥാപനമായിട്ട് എടുത്തു. അത് നമ്മുടെ ചേട്ടന്റെ ഫസ്റ്റ് ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഇതിന്റെ എല്ലാ ഗ്രോത്തും ഡൗൺസും കണ്ടുകൊണ്ടാണ് ചേട്ടന്റെ ഇനീഷ്യേറ്റീവ്സിനെ പറയേണ്ടതാണ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചേട്ടൻ പറഞ്ഞു കസ്റ്റമേഴ്സിലോട്ട് ഇനിയും എത്താം. അപ്പോൾ ഇന്നോവ മോഡിഫൈ ചെയ്ത സന്ദർശിക്കുക ക്ലൈമാക്സ് ഡീറ്റെയിലിംഗ് ഫാക്ടറി, വരാക്കര, പീച്ചാമ്പള്ളി. ഫോൺ നമ്പർ 9846631477. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,980 രൂപയും പവന് 95,840 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.